This is Love Bites on Club FM. നമ്മ എടുത്ത ഡെസിഷൻ കറക്റ്റാ? അച്ഛനും അമ്മയൊക്കെ എതിർത്തവർ ഒന്നാവാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷെ അപ്പോഴാണ് സംശയം, എടുത്ത ആ തീരുമാനം അത് ശരിയാണോ? இது நான் தனியா எடுத்த முடிவு கிடையாது. உனக்கு இன்ட்ரெஸ்ட் எல்லாம் சொல்லு, இப்ப எல்லாத்தையும் நிறுத்திடலாம். ജീവന് തുല്യം പ്രണയിക്കുന്ന പെണ്ണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഒരു കാമുകനും എടുക്കില്ല അല്ലേ? അത് തന്നെ സൂര്യക്കും തോന്നുന്നത്. ഓ ഇഷ്ടം தான், ஏன் இஷ்டம்? நான் இப்போ உன்னை லவ் பண்ணணும். அப்புறம் இருந்து நான் உன் கூட தான் வாழ்ந்துட்டு இருக்கேன் கௌதம். இப்போ just sign. നിന്റെ ഇഷ്ടം തന്നെയാ എന്റെയും ഇഷ്ടമെന്ന്. പ്രണയത്തിലായി കഴിയുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ? രണ്ടുപേർക്കും ഒരു ഇഷ്ടമേ കാണുള്ളൂ, ഒരു ലക്ഷ്യമേ കാണുള്ളൂ. ആ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നതും. എന്താണോ ഈ നിന്റെ എൻ്റെ എന്നുള്ളത് കയറി വരുന്നത്, അന്നൊരു റിലേഷൻഷിപ്പിൽ പ്രശ്നമാണ്. നമ്മൾ എന്നതാ എപ്പോഴും വരണ്ടേ, അല്ലാതെ എനിക്കത് വേണം നിനക്കത് വേണോ എന്നൊക്കെ ചോദിച്ചാൽ there is an amount of selfishness and ആ റിലേഷൻഷിപ്പിൽ ചെറിയൊരു കല്ലുകടി തുടങ്ങിയെന്നും പറയാം അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. நான் ஐஷு கிட்ட வெறும் காதல மட்டும் உணரல, அதையும் தாண்டி என் உயிரோட கலந்துட்ட ஒரு உணர்வு. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. அவ கூட 100 வருஷம் வாழணும் இல்ல, ஒரே ஒரு நாள் வாழ்ந்திருந்தா கூட ஒரு யுகம் வாழ்ந்த திருப்தி எனக்கு இருந்திருக்கும். அதுக்கு நான் கொடுத்து வைக்கல. അവളുടെ കൂടെ 100 വർഷമൊന്നും എനിക്ക് കഴിയണ്ട, ഒരൊറ്റ ദിവസം. ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ജീവിതത്തിലെ മുഴുവൻ സന്തോഷം എനിക്ക് കിട്ടുമെന്ന് നമ്മളെല്ലാവരും ഇത് തന്നെയാണ് വിചാരിക്കുന്നത്. വിചാരിക്കുക മാത്രമല്ല, വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ഒരൊറ്റ ദിവസം, ആ ഒരൊറ്റ ദിവസം ജീവിച്ചാൽ ഈ ലോകത്തിലെ മുഴുവൻ സന്തോഷവും നമുക്ക് കിട്ടും. ഇനി അങ്ങോട്ടുള്ള എല്ലാ സന്തോഷവും എൻ്റേതാണ്, ഈ ലോകം എൻ്റേതാണ് എന്ന് തോന്നും. ഇഷ്ടപ്പെടുന്ന ആ ആളെ എന്നേക്കുമായി സ്വന്തമാക്കിയാലോ പിന്നീടൊന്നും വേണ്ട അല്ലേ? ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം. നമ്പർ 56070. ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. மனிதன் முடிவெடுப்பான், கடவுள் நிராகரிப்பான்னு சொல்லுவாங்க. என் ஆசையை நிராகரிச்ச கடவுள் என் சித்தப்பா ஆசையை நிறைவேற்றினார். This is Love Bites on Kerala's #1 FM, Club FM. മനുഷ്യനൊന്ന് തീരുമാനിക്കുന്നു, ദൈവം മറ്റൊന്ന് തീരുമാനിക്കുന്നു. ഭൂമികയെ നഷ്ടപ്പെട്ടപ്പോൾ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണ് വേണ്ട എന്നവൻ തീരുമാനിച്ചതാ. പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ ചില തീരുമാനങ്ങൾ ചിലർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. അവൻ്റെ ചിറ്റപ്പൻ മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞ കാര്യം അനുസരിക്കാതിരിക്കാൻ അവന് കഴിയില്ല. குந்தவிங்கிற பொண்ணோட என் வாழ்க்கையை நிர்ணயம் பண்ணிட்டு அவரு போயிட்டார். ராமாயணத்திலேயே சுந்தரகாண்டம் ஒரு தடவை தான் வந்தது. என் வாழ்க்கை மட்டும் என்ன വിധിവിലക്ക. അങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് ജ്യോതിക കടന്നു വരുന്നത്. ഒരു ജ്യോതിയായി തന്നെ. ഭൂമികയ്ക്ക് കൊടുക്കാൻ കഴിയാതിരുന്ന ആ സ്നേഹം അത് അത്രയും അവൻ ജ്യോതികയ്ക്ക് കൊടുത്തു. അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രണയം മുഴുവൻ അവൾക്കായി. ഇത് ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ദിസ് ഇസ് ലവ് ബൈറ്റ്സ്, പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം ഓൺ ക്ലബ് എഫ് എം. കൂടെ റീനു. സൂര്യയുടെ ഒരു ഡയറി ജ്യോതിക വായിക്കുന്നതിൽ നിന്ന് എല്ലാത്തിൻ്റെയും തുടക്കം. ഒത്തിരി കഷ്ടപ്പെട്ടു അവൾ ഐശുവിനെ കണ്ടുപിടിച്ചു. ஐஸ்வர்யா, நான் குந்தவி, ഗൗതമോട് വൈഫ്. എനിക്ക് തോന്നുന്നില്ല ഐശ്വര്യ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്തയാണതെന്ന്. അപ്പൊ ഞാൻ ആര്? എക്സാക്ട്ലി. ഐഷു അവൻ്റെ ഭാര്യ, കുന്തവിയും അവൻ്റെ ഭാര്യയാണെന്ന്. അപ്പോൾ ഞാൻ ആരാ എന്ന് അവൾ ചോദിക്കുന്നതിൽ അതിൽ ന്യായം മാത്രമേ കണ്ടെത്താൻ പറ്റുമല്ലേ? പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പുരുഷൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടായിരുന്നു.